അപ്പോൾ കൂട്ടുകാരെ റെഡിയായിട്ട് മേക്കപ്പ് ഇട്ട് ഇരിക്കുന്നത് വേറെ എവിടെയല്ല, കർക്കിടക വാവായിട്ട് നേരെ നമ്മുടെ തറവാട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാനും മക്കളും അതുപോലെ തന്നെ ഏട്ടനും ഉണ്ട്. അപ്പം നമ്മൾ സെറ്റായി വാതിലൊക്കെ കുറ്റിയിട്ട് ഒന്ന് പോകാൻ നോക്കുമ്പോൾ ഞാൻ ഏതായാലും ആ വീഡിയോയും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എടുത്തതാണ്. നല്ല മഴയുണ്ട്. അപ്പം ഞാനും കാശിയും നടന്ന് പോവുകയാണ് ഗൈസ്. കുറച്ച് ദൂരമുണ്ട്, കുറച്ചല്ല, ഒരു 5 മിനിറ്റ്. ഇതൊക്കെ ഞാൻ കളിക്കുന്ന സ്ഥലമാണ്. ചവിട്ടി പോകുമ്പോൾ അപ്പോൾ ഏകദേശം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞു കേട്ടാ. ഫുഡ് അടിക്കാൻ പോകുന്ന പോലെയായി, എന്നാലും കുഴപ്പമില്ല. അമ്മയും ഏട്ടനെല്ലാം അവിടെ ഉണ്ട്. കേശുവും പോയി, ഞാനും മോനും മാത്രമല്ല കാശി. നമ്മുടെ തറവാടിപ്പത്തു. തറവാട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ക്യാമറ മോന് തരും, എടുക്കണേ. അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാനും കാശിയും നടന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഏട്ടനും കേശു നേരത്തെ തന്നെ ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട്. അപ്പം വലിയ തറവാടാണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന വീടാണ്. ഇപ്പം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അമ്മയുണ്ട്, കേശു ഉണ്ട്, പിന്നെ കുറേ ആൾക്കാരുണ്ട്, മക്കളും അങ്ങനെ കുടുംബക്കാർ കുറേ ഉണ്ട്. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയാണ് കേട്ടോ കൂടുതൽ ആൾക്കാരുണ്ടാവുക. ഇപ്പം ഉച്ച സമയത്ത് നല്ല മഴയാണ്. വാവായിട്ട് രാവിലെ തുടങ്ങിയ മഴയാണ്, ഭയങ്കര ചോർന്നിട്ടേ ഇല്ല. അപ്പം മഴയും കാലാവസ്ഥയെല്ലാം കാണുമ്പം ആകെ എന്തോ ഒരു പോലെയുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. സത്യം പറഞ്ഞാൽ ഫുഡ് കഴിക്കേണ്ട ടൈം ആകുമ്പോഴാണ് കേട്ടോ എത്തിയത്. ഇത് കാശിയുടെ ഫ്രണ്ടാണ്, അമ്പാടി കാശിയുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ എല്ലാം ആളാണ് എടുക്കുന്നത്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്ക് എന്നല്ല, നമ്മുടെ പിതാമഹന്മാർക്ക് പിന്നെ അവർക്ക് വേണ്ടുന്ന ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പിൽ ഭാഗത്ത് വെച്ച് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ അത് രാത്രിയാണ് കേട്ടോ സംഭവം. അപ്പോൾ അവർക്ക് വേണ്ടുന്നത് മാറ്റി വെച്ച് നമുക്ക് വേണ്ടുന്ന ഫുഡും കാര്യങ്ങളും നമുക്ക് തന്ന് നമ്മൾ കഴിക്കാൻ തുടങ്ങി. നല്ല അടിപൊളി സാമ്പാർ, വറവ്, അങ്ങനെ. അപ്പോൾ ഇവിടെ 2 കോഴികൾ ഇപ്പം ഒന്നേ ഉള്ളൂ, ഒന്നിനെയും കൂടെ കൊണ്ടുവരും. അപ്പോൾ ഈ കോഴീനെ രാത്രി ബലി കൊടുക്കുന്നെല്ലാം പറയും. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ പൂജയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഉരുളിയിൽ ശരിക്കും നമ്മുടെ നൂറും അതുപോലെ തന്നെ പിന്നെ എന്തോ ഒരു സംഭവം കൂടി കലയ്ക്കുമ്പോൾ അത് റെഡ് കളറാവും. അതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റായി. അതാ പൂജാരി അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കാണാനെല്ലാം നല്ലൊരു അടിപൊളി വൈബാട്ടോ. നല്ല വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണിത്. അപ്പോൾ നമ്മുടെ മുമ്പ് തന്നെ 3 പിന്നെ ഭണ്ണാരത്തറ എന്ന് പറയും. അപ്പോൾ 3 മരിച്ചവരുടെ ഭണ്ണാരത്തറയാണ് കേട്ടോ അത്. അപ്പോൾ അവിടെ പോയി തൊഴുത് അവരെ നമസ്കരിച്ച് എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ കോഴിക്ക് വേണ്ടുന്ന കോഴീനെ അവർ ബലി നൽകുകയാണ് ചെയ്യുക. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് കാണുമ്പോൾ തന്നെ ആകെ മനസ്സിന് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നിന്നൊന്ന് സ്കിപ്പ് അടിച്ചു. അപ്പോൾ എല്ലാവരും വന്ന് നിന്നിട്ടുണ്ട് പൂജ തുടങ്ങുമ്പോൾ. അവിടെ മുമ്പ് തന്നെയുണ്ട്. അപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ കുറച്ച് സമയത്തേക്ക് മാത്രം മഴ മാറി. അപ്പോൾ നമ്മുടെ മഞ്ഞളും അതുപോലെ തന്നെ 100 എന്ന് പറയും, അത് സംഭവം കൂടി കലക്കിയാൽ അതിൻ്റെ കളർ റെഡ് കളറാവും. അപ്പോൾ ആ ഉരുളിയിലുള്ള വെള്ളത്തിൻ്റെ കളർ റെഡാണ്. അപ്പോൾ ലാസ്റ്റ് ഈ പൂജയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ കമഴ്ത്തും. അതിനെന്തോ പറയലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ശാസ്ത്രീയ ഭാഷ എനിക്കറിയില്ല. അപ്പോൾ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കൂടുതൽ അടുത്ത് പോയി എടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദൂരത്തു നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ ക്ലാരിറ്റി കുറവായിരിക്കും കൂട്ടുകാരെ, അപ്പോൾ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഒരാളെ വരാൻ തുടങ്ങി കേട്ടോ.